വാർത്താമഴ ഇന്ന് ആദ്യം കടക്കുന്നത് ഷിരൂരിലെ തിരച്ചിലിന്റെ വിവരങ്ങളിലേക്കാണ്. തിരച്ചിൽ നിന്ന് നിർണായക പുരോഗതിയാണ് ഉണ്ടായത്. അർജുൻ ഓടിച്ച ലോറിയുടെ ഹൈഡ്രോളിക് ജാക്കി ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നടന്ന തിരച്ചിലിൽ കണ്ടെത്തി. ഈശ്വർ മാൽപ്പയും സംഘവും ഗംഗാവലി പുഴയുടെ ആഴത്തിലിറങ്ങി പരിശോധിച്ചപ്പോഴാണ് ലോറിയുടെ ഭാഗങ്ങൾ കണ്ടെത്തിയത്. സമീപത്തു തന്നെ ലോറി ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് തിരച്ചിൽ സംഘം. നാളെ മാൽപ്പെ സംഘത്തിനൊപ്പം നാവികസേനയും തിരച്ചിലിനെത്തും. ഇപ്പോഴത്തെ നീക്കങ്ങളിൽ പ്രതീക്ഷയുണ്ടെന്ന് അർജുന്റെ ബന്ധുക്കൾ പറഞ്ഞു. നാവികസേനയുടെ വരവ് പ്രതീക്ഷിച്ചായിരുന്നു ഇന്നത്തെ പാതി ദിനത്തിലെ കാത്തിരിപ്പ്. പുഴയിലിറങ്ങിയുള്ള തിരച്ചിലിന് നേവിക്ക് ജില്ലാ ഭരണകൂടത്തിന്റെ അനുമതിയില്ലെന്ന വിവരം ഉച്ചയോടെ പുറത്തു വന്നു. പ്രതീക്ഷ നിരാശയായി മാറി. എന്നാൽ കാർവാർ MLA ഇടപെടലിലൂടെ ഈശ്വർ മാൽപ്പെ വീണ്ടും രക്ഷാവേഷത്തിലെത്തി. സധൈര്യം ഗംഗാവലിയുടെ ആഴത്തിലേക്കിറങ്ങി 4 സ്പോട്ടുകളിലെ ഒന്നിൽ 9 തവണ ഡൈവ് ചെയ്തു. ഇന്നിപ്പോ തുടങ്ങി ഇപ്പൊ രാത്രി അയച്ചല്ലേ. ഇന്ന് നാളെ കാലിന് 3 നാളും ഞങ്ങൾ ഇവിടെ തന്നെ തെരച്ചിലിൽ അർജുന്റെ ലോറിയുടെ ഹൈഡ്രോളിക് ജാക്കിയും ടാങ്കറിന്റെ ചില ഭാഗങ്ങളും കണ്ടെത്തി. ഉറപ്പന്നെ പുതിയ ജാക്കി നമ്മൾ വാങ്ങിയതാ. ആ ലോറിന്റെ തന്നെ ഒരു സംശയമില്ല. ഇത് ലോറിക്ക് അല്ലാതെ വേറെ ഒന്നിനും ഉപയോഗിക്കില്ല. എന്തായാലും ടാങ്കർ വണ്ടിന്റെ എന്തായാലും അല്ലല്ലോ. നാളെ രാവിലെ 8 മുതൽ ഗംഗാവലി പുഴയിൽ പരിശോധന തുടരും. ഈശ്വർ മാൽപ്പയുടെ സംഘാംഗങ്ങൾക്ക് പുറമെ NDRF, SDRF നാവികസേനാംഗങ്ങൾ കൂടി ദൗത്യത്തിന്റെ ഭാഗമാകും. പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണെന്ന് അർജുന്റെ കുടുംബം പ്രതികരിച്ചു. തീർച്ചയായിട്ടും ഇന്നേക്ക് 29ാമത്തെ ദിവസമാണ്. നമുക്ക് ഇന്നാണ് ലോറിയുടേതെന്ന് പറഞ്ഞൊരു ഇതിന്റെ മുന്നേ നമുക്ക് സംഭവം നടന്ന് 10-12 ദിവസം നമുക്ക് ഇതിലുള്ള വുഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം ഉള്ളൊരു വണ്ടിയുടേതായിട്ടുള്ളൊരു തെളിവ് ഇന്നാണ് ലഭിച്ചിരിക്കുന്നത്. അവർ പറഞ്ഞത് മാൽപ്പേന്റെ കൂടെയുള്ള 4 ഡൈവേഴ്സും കൂടെ NDRF, SDRF എല്ലാ ടീമും കൂടി എത്തിയിട്ട് എല്ലാ രീതിയിലുള്ള തെരച്ചിൽ നടത്തുമെന്നാണ് പറയുന്നത്. ഗംഗാവലി പുഴയിലെ ഒഴുക്ക് 2 നോട്ട്സായി കുറഞ്ഞത് തെരച്ചിലിന് ഗുണകരമാകും. ഷിരൂരിൽ കാലാവസ്ഥയും അനുകൂലമായി തുടരുകയാണ്. ഷിരൂരിൽ നിന്ന് ഷജിൽ ഗുരുവായൂരിനൊപ്പം അരുൺ പൂപ്പറമ്പ, 24. ഷിരൂരിലേക്ക് തിരച്ചിലിന് കേരളം ഡ്രഡ്ജർ എത്തിച്ചില്ലെന്ന കാർവാർ MLA വിമർശനങ്ങൾ തള്ളി തൃശൂർ കളക്ടർ. ഡ്രഡ്ജർ ഉപയോഗിക്കാൻ കഴിയില്ലെന്ന് നേരത്തെ അറിയിച്ചിരുന്നതായി ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട്. ചീഫ് സെക്രട്ടറി മുഖേന നൽകിയ റിപ്പോർട്ടിന്റെ പകർപ്പ് 24 ലഭിച്ചു. തിരൂരിലെ രക്ഷാദൌത്യത്തിന് തൃശൂരിൽ നിന്നുള്ള ഡ്രഡ്ജ് ക്രാഫ്റ്റ് നിർണായകമായിരുന്നുവെന്നാണ് കാർവാർ MLA പ്രതികരണം. സംസ്ഥാനം അനുകൂലമായി പ്രവർത്തിച്ചില്ലെന്നും യന്ത്രം എത്തിച്ചില്ലെന്നുമാണ് വിമർശനം. I also requested your MP, MLAs to send that agriculture department barge mounted crane with the small propellant system. Along with that, I requested them to send the 50 HP to 60 HP dredger pump also. But they are not supported. It is fact. എന്നാൽ കാർവാർ MLA നിലപാട് തള്ളുന്ന തൃശൂർ ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട് പുറത്തുവന്നു. തൃശൂരിലെ ഡ്രഡ്ജർ ഗംഗാവലി പുഴയിൽ ഇറക്കാൻ ആകില്ലെന്ന് കാണിച്ച് ഉത്തര കന്നഡ കളക്ടർക്കും കർണാടക സർക്കാരിനും ഔദ്യോഗികമായി നൽകിയ കത്തിന്റെ പകർപ്പാണ് പുറത്തുവന്നത്. 18 മീറ്റർ ആഴത്തിൽ മാത്രമാണ് തൃശൂരിലെ ഡ്രഡ്ജിംഗ് യന്ത്രം പ്രവർത്തിപ്പിക്കാനാകുക. ഒഴുക്കിനെ പ്രതിരോധിക്കാനുമാകില്ല. കാർവാർ MLA നടത്തിയ പ്രസ്താവന ബോധപൂർവം തിരച്ചിൽ വൈകിപ്പിക്കാനാണെന്നാണ് സർക്കാർ വൃത്തങ്ങളിൽ നിന്നുള്ള വിമർശനം. 24 തൃശൂർ. ഇന്നത്തെ മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക് വാർത്താമഴ കടക്കുകയാണ്. വടകരയിലെ കാഫിർ സ്ക്രീൻഷോട്ട് ആദ്യം പ്രചരിച്ചത് ഇടത് സൈബർ ഗ്രൂപ്പുകളിൽ നിന്ന് പോലീസ്. വടകര CI സുനിൽകുമാർ ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഇക്കാര്യം പറയുന്നത്. വ്യാജ സ്ക്രീൻഷോട്ട് പോസ്റ്റ് ചെയ്തത് പോരാളി ഷാജി എന്ന ഫേസ്ബുക്ക് പേജിന്റെ ഉടമ വഹാബ് എന്ന വ്യക്തിയാണെന്ന് പോലീസ് കണ്ടെത്തി. ശാസ്ത്രീയമായ അന്വേഷണം പുരോഗമിക്കുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. അശ്വിൻ പാലാഴി കൊച്ചിയിൽ നിന്ന് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നൽകും. അശ്വിൻ, എന്തൊക്കെ കാര്യങ്ങളാണ് പോലീസ് കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത്? ഇത് ഇടത് സൈബർ ഗ്രൂപ്പുകളെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നതാണല്ലോ പോലീസിന്റെ തന്നെ കണ്ടെത്തൽ. അന്വേഷണം എങ്ങനെയാണ് ഇനി ഈ അന്വേഷണ സംഘം മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്? അക്കാര്യവും ഈ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ടാകണമല്ലോ. വിജയകുമാർ, എന്തായാലും ഈ കാഫിർ സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകമായ വിവരങ്ങളാണ് ഇന്ന് ഹൈക്കോടതിയിൽ വടകര പോലീസ് അറിയിച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇടത് സൈബർ ഗ്രൂപ്പുകളിലാണ് ഈ കാഫിർ സ്ക്രീൻഷോട്ട് ആദ്യഘട്ടങ്ങളിൽ പ്രചരിച്ചത്. അതായത് ആദ്യമായി ഇത് പുറത്തു വന്നത് ഇടത് ഗ്രൂപ്പുകളിലൂടെയാണ് എന്നുള്ളതാണ് ഈ പോലീസിന്റെ ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ ഏറ്റവും പ്രധാനമായി പറയുന്നത്.
റെഡ് എൻകൗണ്ടർ, ഒപ്പം റെഡ് ബറ്റാലിയൻ, പോരാളി ഷാജി, അമ്പാടിമുക്ക് സഖാക്കൾ എന്നീ സജീവമായി പ്രവർത്തിക്കുന്ന ഇടത് പേജുകളുടെ പേരുകൾ എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഈ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. ഒപ്പം ഇതിൻ്റെ അഡ്മിന്മാരെ പോലീസ് കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്തിരുന്നു. ഇതിൽ റിബേഷ് രാമകൃഷ്ണൻ എന്ന് പറയുന്ന ആളാണ് ഈ റെഡ് എൻകൗണ്ടർ എന്ന ഫേസ്ബുക്ക് പേജിൻ്റെ അഡ്മിൻ. ആ പേജിലാണ് ഏറ്റവും ആദ്യം ഈ ഈ വ്യാജ സ്ക്രീൻഷോട്ട്, ഈ കാഫിർ സ്ക്രീൻഷോട്ട് പ്രത്യക്ഷപ്പെടുന്നത്. എന്നാൽ ഇതിൻ്റെ ഉറവിടം എവിടെയാണ് ഇതിൻ്റെ ഉറവിടം, ആദ്യം എവിടെ നിന്നാണ് ലഭിച്ചത് എന്നുള്ള കാര്യം റിബേഷ് പോലീസിനോട് വ്യക്തമാക്കിയിട്ടില്ല. അതിനെക്കുറിച്ച് അറിയില്ല എന്നുള്ളതായിരുന്നു റിബേഷിൻ്റെ മറുപടി. അതിന് പിന്നാലെ പോരാളി ഷാജിയിലേക്കാണ് രണ്ടാമതായി പോസ്റ്റ് എത്തുന്നത്. പോരാളി ഷാജിയുടെ അഡ്മിൻ വഹാബാണ്. വഹാബിനെയും പോലീസ് ചോദ്യം ചെയ്തിരുന്നു. വഹാബിൽ നിന്നും ഇതിൻ്റെ ഉറവിടം സംബന്ധിച്ച് യാതൊരു മറുപടിയും പോലീസിന് ലഭിച്ചില്ല എന്നും ഹൈക്കോടതി അറിയിച്ചിട്ടുണ്ട്. ഇത് കൂടാതെ റെഡ് എൻകൗണ്ടർ, ഒപ്പം റെഡ് ആർമി എന്നീ പേജുകൾ അഡ്മിന്മാരെയും ചോദ്യം ചെയ്തെങ്കിലും സമാനമായ ഒരു മറുപടിയാണ് ലഭിച്ചത്. എന്തായാലും ഈ 4 പേരുടെയും മൊബൈൽ ഫോണുകൾ, അതായത് ഈ ഗ്രൂപ്പുകൾ നിയന്ത്രിച്ചിരുന്ന മൊബൈൽ ഫോണുകൾ പോലീസ് പിടിച്ചെടുത്ത് വിദഗ്ധ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ഈ വിദഗ്ധ പരിശോധനയുടെ റിപ്പോർട്ട് വന്നാൽ മാത്രമേ തുടർ നടപടികളിലേക്കും കൂടുതൽ വിവരങ്ങൾ അറിയിക്കാനും ഒക്കെ സാധിക്കൂ എന്നുള്ളതാണ് പോലീസിന്റെ നടപടി. എന്തായാലും ഇതിന്റെ തുടർ അന്വേഷണത്തിന് ഈ വിദഗ്ധ പരിശോധനയുടെ റിപ്പോർട്ടാണ് ഏറ്റവും അനിവാര്യമായി വേണ്ടത് എന്നുള്ളതാണ് കോടതി അറിയിച്ചിരിക്കുന്നത്. വിജയകുമാർ. യെസ്, അതായത് സ്ക്രീൻഷോട്ട് ആദ്യം പ്രചരിപ്പിച്ചത് ഇടത് സൈബർ ഗ്രൂപ്പുകളാണ്. പക്ഷേ അതിൻ്റെ ഉറവിടം കണ്ടെത്താൻ കഴിയുന്നില്ല എന്നാണ് പോലീസ് പറയുന്നത്. ഈ പോരാളി ഷാജി എന്ന ഫേസ്ബുക്ക് പേജിൻ്റെ അഡ്മിൻ, അത് വഹാബ് എന്നയാളാണ്. അദ്ദേഹത്തെ ചോദ്യം ചെയ്തിട്ടുണ്ട്. ശാസ്ത്രീയ അന്വേഷണം പുരോഗമിക്കുന്നു എന്നാണ് ഈ ഏറെ വിവാദമുണ്ടാക്കിയ ഈ റിപ്പോർട്ടിൻ്റെ കാര്യത്തിൽ പോലീസിൻ്റെ നിലപാട്. ഇന്ന് ഹൈക്കോടതി അത് അറിയിക്കുകയും ചെയ്തു. അശ്വിൻ പാലാഴിയാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക്, അതും കോടതിയിൽ നിന്ന് തന്നെയാണ്. മലയാള സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാമെന്ന് ഹൈക്കോടതി. റിപ്പോർട്ട് പരസ്യപ്പെടുത്തുന്നതിനെതിരെ നിർമ്മാതാവ് സജിമോൻ പാറയിൽ നൽകിയ ഹർജി കോടതി തള്ളി. കോടതി വിധിയെ വനിതാ കമ്മീഷനും മന്ത്രി സജി ചെറിയാനും സ്വാഗതം ചെയ്തു. നിർമ്മാതാവ് സജിമോൻ പാറയിലിന്റെ ഹർജി നിയമപരമായി നിലനിൽക്കില്ലെന്ന് നിരീക്ഷിച്ചാണ് റിപ്പോർട്ട് പുറത്തുവിടാൻ കോടതി അനുമതി നൽകിയത്. റിപ്പോർട്ട് ഹർജിക്കാരനെ എങ്ങനെ ബാധിക്കുമെന്ന് വ്യക്തമല്ല. മലയാള സിനിമയിലെ സ്ത്രീവിരുദ്ധ സമീപനം ഇല്ലാതാക്കപ്പെടണം. സർക്കാർ ഇതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂർണ്ണാർത്ഥത്തിൽ നടപ്പാക്കാൻ പൊതുചർച്ച അനിവാര്യമാണ്. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വ്യക്തികൾക്കെതിരെ ചർച്ച നടത്തുമെന്ന ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ലെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. വിധി നടപ്പാക്കുന്നതിന് 7 ദിവസത്തെ സാവകാശം കോടതി അനുവദിച്ചിട്ടുണ്ട്. റിപ്പോർട്ട് ഉടൻ പുറത്തുവിടുമെന്ന് മന്ത്രി സജി ചെറിയാൻ വ്യക്തമാക്കി. ഇപ്പോൾ ഹൈക്കോടതി ഇത് ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നു. ഹൈക്കോടതി പറഞ്ഞ ഭാഗം കൂടി നോക്കി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിർദ്ദേശം കൂടെ വെച്ചുകൊണ്ട് ഒരാഴ്ചത്തെ സമയം തന്നിട്ടുണ്ടല്ലോ. അത് സംബന്ധിച്ചിടത്തോളം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ആ കാര്യം തീരുമാനിച്ച് അത് പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് ആ കാര്യത്തിലുള്ള നിലപാട്, ഗവൺമെൻറ് നിലപാട്. റിപ്പോർട്ട് പുറത്തുവരേണ്ടത് അനിവാര്യമെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി. വിവരാവകാശ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം ഈ റിപ്പോർട്ട് പുറത്തുവിടേണ്ടുന്നത് വളരെയധികം ആവശ്യമാണ് എന്ന് വനിതാ കമ്മീഷൻ കാണുകയാണ്. സ്വകാര്യതയെ ബാധിക്കുന്ന വിവരങ്ങൾ പുറത്തുവിടുന്നതിന് കമ്മീഷന്റെ വിലക്കുള്ളതായി വ്യക്തമാക്കിയ കോടതി ഹർജിക്കാരനായ സജിമോൻ പാറയിലിനെ രൂക്ഷമായി വിമർശിച്ചു. സിനിമാ മേഖലയിലെ അനാരോഗ്യ പ്രവണതകളെ മറയ്ക്കുകയാണ് ഹർജിക്കാരന്റെ ലക്ഷ്യമെന്നും മൗലികാവകാശം ലംഘിക്കപ്പെടുമെന്ന് ബോധ്യപ്പെടുത്താൻ ഹർജിക്കാരൻ പരാജയപ്പെട്ടതായും കോടതി കൂട്ടിച്ചേർത്തു. 24 കൊച്ചി. മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക്, അതും കോടതിയിൽ നിന്ന് തന്നെയാണ്. പെരിന്തൽമണ്ണ നിയമസഭാ തെരഞ്ഞെടുപ്പ് കേസിൽ UDF സ്ഥാനാർത്ഥിയുടെ വിജയം 6 വോട്ടുകൾക്കെന്ന് കണക്കാക്കാമെന്ന് ഹൈക്കോടതി. LDF തർക്കം ഉന്നയിച്ച 348 വോട്ടുകളിൽ സാധുവായത് 32 എണ്ണം മാത്രമാണെന്നും കോടതി നിരീക്ഷിച്ചു. സാധുവായ വോട്ട് മുഴുവൻ LDFനെന്ന് കണക്കാക്കിയാലും UDF 6 വോട്ടിന് ജയിക്കുമെന്നും കോടതി വ്യക്തമാക്കി. പെരിന്തൽമണ്ണ നിയമസഭാ തെരഞ്ഞെടുപ്പ് കേസിൽ LDFന്റെ തെരഞ്ഞെടുപ്പ് ഹർജി തള്ളിയ വിധിയിലാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം. LDF തർക്കമുന്നയിച്ച 348 വോട്ടുകളിൽ സാധുവായത് 32 എണ്ണം മാത്രമാണെന്ന് കോടതി നിരീക്ഷിച്ചു. ഇനി സാധുവായ വോട്ട് മുഴുവനും LDFനെന്ന് കണക്കാക്കിയാലും UDF 6 വോട്ടിന് ജയിക്കുമെന്നാണ് കോടതി ചൂണ്ടിക്കാട്ടുന്നത്. ഈ സാഹചര്യത്തിൽ മാറ്റിവെച്ച വോട്ടുകൾ എണ്ണേണ്ടതില്ലെന്നും ഹൈക്കോടതി ഉത്തരവിൽ പറയുന്നു. നേരത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ അന്ന് 38 വോട്ടുകൾക്കാണ് നജീബ് കാന്തപുരം വിജയിച്ചത്. ഇടത് സ്ഥാനാർത്ഥിയായിരുന്ന KP മുഹമ്മദ് മുസ്തഫയായിരുന്നു ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. 348 തപാൽ വോട്ടുകൾ എണ്ണാതെ മാറ്റിവെച്ചത് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഹർജി. എന്നാൽ UDF സ്ഥാനാർത്ഥി നജീബ് കാന്തപുരത്തിന്റെ വിജയം ഹൈക്കോടതി നേരത്തെ തന്നെ ശരിവെച്ചിട്ടുണ്ട്. എസ് ശ്രീകാന്ത്, 24 കൊച്ചി.
ഇനി ചില പ്രധാന ദേശീയ റിപ്പോർട്ടുകളിലേക്ക്. കൊൽക്കത്തയിൽ യുവ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ CBI അന്വേഷണത്തിന് ഉത്തരവ്. കൽക്കട്ട ഹൈക്കോടതിയുടേതാണ് ഈ നിർണായക ഉത്തരവ്. കേസിൽ ബംഗാൾ സർക്കാരിന്റെ കെടുകാര്യസ്ഥതയെ കോടതി അതിരൂക്ഷമായി വിമർശിച്ചു. RG ഖാർ മെഡിക്കൽ കോളേജിലെ മുൻ പ്രിൻസിപ്പലിനോട് അവധിയിൽ പോകാൻ കോടതി നിർദ്ദേശം നൽകി. സംഭവത്തിൽ ഡോക്ടർമാരുടെ രാജ്യവ്യാപക പ്രതിഷേധം തുടരുകയാണ്. വനിതാ ഡോക്ടറുടെ കൊലപാതകത്തിലെ അന്വേഷണത്തിന് സംസ്ഥാന പോലീസിന് ഞായറാഴ്ച വരെ സമയം നൽകണമെന്നായിരുന്നു ബംഗാൾ സർക്കാരിന്റെ ആവശ്യം. അത് നിരാകരിച്ച ഹൈക്കോടതി കേസിൽ CBI അന്വേഷണത്തിന് ഉത്തരവിടുകയായിരുന്നു. രോഗികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുവെങ്കിലും അടിസ്ഥാന ആവശ്യത്തിനു വേണ്ടിയാണ് ഡോക്ടർമാർ പ്രതിഷേധിക്കുന്നതെന്ന് ചീഫ് ജസ്റ്റിസ് TS ശിവജ്ഞാനം അധ്യക്ഷനായ ബെഞ്ച് നിരീക്ഷിച്ചു. കേസിൽ കാര്യമായ അന്വേഷണ പുരോഗതിയില്ലെന്നും കേസ് ഡയറി നാളെ തന്നെ CBIക്ക് കൈമാറണമെന്നുമാണ് കോടതി നിർദ്ദേശം. RG ഖാർ മെഡിക്കൽ കോളേജിൽ നിന്നും രാജിവെച്ച പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിന് പുനർനിയമനം നൽകിയതിനെ കോടതി ചോദ്യം ചെയ്തു. സന്ദീപ് ഘോഷിനോട് ഉടൻ അവധിയിൽ പോകാനാണ് കോടതി നിർദ്ദേശം. സംഭവത്തിൽ ഡോക്ടർമാരുടെ സംഘടനകൾ പ്രഖ്യാപിച്ച പ്രതിഷേധം ശക്തമായി തുടരുകയാണ്. CBI അന്വേഷണത്തെ സ്വാഗതം ചെയ്ത പ്രതിഷേധക്കാർ മറ്റാവശ്യങ്ങളും അംഗീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടു. be on leave. I think he should be under inquiry and he should be removed from such a high post permanently. I think he himself should take the responsibility of this act. വിഷയവുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദയെ കണ്ടു. ആശുപത്രി സൂപ്രണ്ടിനെയും ചെസ്റ്റ് മെഡിസിൻ വകുപ്പ് മേധാവിയെയും പോലീസ് ചോദ്യം ചെയ്തു. വനിതാ റെസിഡന്റ് ഡോക്ടർ ആത്മഹത്യ ചെയ്തു എന്നാണ് സൂപ്രണ്ട് അറിയിച്ചതെന്ന് കുടുംബം പരാതിപ്പെട്ടിരുന്നു. 24 ഡൽഹി. സെബി മേധാവിക്കെതിരായ ഹിൻഡൻബർഗ് റിപ്പോർട്ടിൽ പ്രതിഷേധം ശക്തമാക്കാൻ കോൺഗ്രസ്. JPC അന്വേഷണം അനിവാര്യമാണെന്ന് കോൺഗ്രസ് നേതൃയോഗം ആവശ്യപ്പെട്ടു. ഓഗസ്റ്റ് 22-ന് സംസ്ഥാന തലത്തിൽ പ്രതിഷേധം സംഘടിപ്പിക്കും. ആഴത്തിൽ ചർച്ച ചെയ്യേണ്ട വിഷയമാണെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞു. സെബി മേധാവിക്കെതിരെ വിശദാന്വേഷണം ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ ഹർജി സമർപ്പിച്ചു. ഹിൻഡൻബർഗ് റിപ്പോർട്ടിലൂടെ കേന്ദ്ര സർക്കാരിനെ പ്രതിരോധത്തിലാക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. സംയുക്ത പാർലമെന്ററി സമിതി അന്വേഷണം നടത്തണമെന്നും സെബി അധ്യക്ഷ മാധവി പുരിപുജ് രാജിവെക്കണമെന്നുമാണ് കോൺഗ്രസിന്റെ നിലപാട്. ഇക്കാര്യങ്ങൾ ആവശ്യപ്പെട്ട് സംസ്ഥാന തലത്തിൽ പ്രതിഷേധം ശക്തമാക്കാൻ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗം തീരുമാനിച്ചു. അന്വേഷണത്തിൽ നിന്ന് സർക്കാർ ഒഴിഞ്ഞുമാറുന്നതെന്തിനാണെന്നും ഗൂഢാലോചന നടന്നിട്ടുണ്ടെങ്കിൽ തെളിയിക്കട്ടെ എന്നും KC വേണുഗോപാൽ. കുറ്റം ചെയ്തിട്ടില്ലെങ്കിൽ എന്തിനാ JPCയെ പേടിക്കുന്നത്? സെബി ചെയർപേഴ്സൺ ഒരു കൂസലുമില്ലാതെ തുടരാണ് ആ പൊസിഷനിൽ. എന്തുകൊണ്ടൊരു അന്വേഷണം നേരിട്ടുകൊണ്ട് അന്വേഷണത്തിന്റെ റിപ്പോർട്ട് വരുന്നവരെ അവർക്ക് മാറി നിന്നുകൂടാ? ഹിൻഡൻബർഗ് വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ സെബി മേധാവിക്കെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ ഹർജി നൽകി. ഹിൻഡൻബർഗ് വിഷയം കഴിഞ്ഞ തവണ കോടതിയിൽ ഉന്നയിച്ച അഭിഭാഷകൻ വിശാൽ തിവാരിയാണ് ഹർജിക്കാരൻ. വെളിപ്പെടുത്തൽ സെബിയുടെ വിശ്വാസ്യത കെടുത്തുന്നതാണെന്നും മാധവി പുരിപുജിനെതിരെ അന്വേഷണം വേണമെന്നുമാണ് ഹർജിയിലെ ആവശ്യം. 24 ഡൽഹി. മറ്റൊരു റിപ്പോർട്ടിലേക്ക്. തൃശൂർ മാളയിൽ വനിതാ ദന്ത ഡോക്ടറെ തെരുവു നായ്ക്കൾ ആക്രമിച്ചു. അഷ്ടമിച്ചിറ സ്വദേശി പാർവതി ശ്രീജിത്തിനാണ് പരിക്കേറ്റത്. ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ 24 ലഭിച്ചു. ഇന്നലെ ഉച്ചയ്ക്ക് ക്ലിനിക്കിൽ നിന്ന് ഇന്ത്യൻ ഓയിൽ പമ്പിന്റെ പിന്നിലുള്ള വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ വരുന്ന സമയത്താണ് നായ്ക്കൾ കൂട്ടം ചേർന്ന് പാർവതിയെ ആക്രമിച്ചത്. നായ്ക്കൾ വരുന്നത് കണ്ട് ഭയന്ന പാർവതി പിന്നോട്ട് വീഴുകയായിരുന്നു. താഴെ വീണ ഡോക്ടറുടെ കൈയിലും കാലിലും നായ്ക്കൾ കടിച്ചു. സാരമായി പരിക്കേൽക്കുകയും വീഴ്ചയിൽ കൈക്ക് ഒടിവും സംഭവിച്ചിട്ടുണ്ട്. തക്ക സമയത്ത് പമ്പിലെ ജീവനക്കാർ എത്തിയതിനാലാണ് തനിക്ക് ജീവൻ തിരിച്ചു കിട്ടിയതെന്നും ഡോക്ടർ. നടന്നു വരുന്ന സമയത്ത് എന്റെ വീടിന്റെ തൊട്ട് ഫ്രണ്ടിലാണ് പമ്പുള്ളത്. അപ്പൊ കുറച്ച് വരുന്ന കണ്ടപ്പോ എന്നെ പാനിക്കായി, കൈ കുത്തി പുറകോട്ട് വീണു. അപ്പൊ എന്നെ പട്ടി വന്ന് ഒരു കാലില് ഒരു പട്ടി, കറുത്ത പട്ടി കടിച്ചു. അതിന്റെ കൂടെ ഒരു 3-4 പുറകെ ഉണ്ടായിരുന്നു. അടുത്ത പട്ടി ഇപ്പുറത്തെ കാലിലും കടിച്ചു. തന്റെ സ്ഥാനത്ത് സ്കൂൾ കുട്ടികളായിരുന്നെങ്കിൽ മരണം വരെ സംഭവിച്ചേനെയെന്നും പാർവതി പറഞ്ഞു. തെരുവുനായ ശല്യം നിയന്ത്രിക്കുന്നതിന് അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. 24 തൃശൂർ. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. ആലപ്പുഴ തകഴിയിൽ നവജാത ശിശുവിന്റെ മൃതദേഹം രഹസ്യമായി മറവു ചെയ്ത കേസിൽ നിർണായക മൊഴി. ജനന സമയത്ത് കുഞ്ഞു കരഞ്ഞു എന്നാണ് മാതാവ് ഡോണ ഡോക്ടറോട് പറഞ്ഞത്.
കുഞ്ഞിന് പൂർണ്ണ വളർച്ചയുണ്ടായിരുന്നുവെന്നും പ്രസവത്തിന് 24 മണിക്കൂറിന് ശേഷമാണ് കുഞ്ഞിനെ ഡോണ ആൺ സുഹൃത്ത് തോമസിന് കൈമാറിയത് എന്നുമാണ് പോലീസിന്റെ നിഗമനം. നവജാത ശിശുവിന്റെ മാതാവ് ഡോണയെ ചികിത്സിക്കുന്ന ഡോക്ടറാണ് അന്വേഷണ സംഘത്തിന് നിർണായക വിവരങ്ങൾ കൈമാറിയത്. പ്രസവ സമയത്ത് കുഞ്ഞ് കരഞ്ഞെന്ന് ഡോണ തന്നോട് പറഞ്ഞതായി ഡോക്ടർ പോലീസിനെ അറിയിച്ചു. കുഞ്ഞിന് പൂർണ്ണ വളർച്ചയെത്തിയ ശേഷമാണ് ഡോണ പ്രസവിച്ചതെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. പ്രസവത്തിന് 24 മണിക്കൂറിന് ശേഷമാണ് കുട്ടിയെ ഡോണ ആൺ സുഹൃത്ത് തോമസിന് കൈമാറിയത്. ഈ മാസം 7-ന് പുലർച്ചെ 1:30-ക്കായിരുന്നു പ്രസവം. അടുത്ത ദിവസം പുലർച്ചെയാണ് തോമസിനെ വിളിച്ചു വരുത്തി കുഞ്ഞിനെ കൈമാറിയതെന്നും പോലീസ് കണ്ടെത്തി. അതുവരെ ഡോണയുടെ വീടിന്റെ ടെറസിലും സൺഷെയ്ഡിലുമാണ് കുഞ്ഞിനെ സൂക്ഷിച്ചിരുന്നത്. കുഞ്ഞിന്റെ ജീവൻ നഷ്ടപ്പെട്ടത് എങ്ങനെയെന്നതിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് ശേഷം ഡോണയെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. താൻ ഗർഭിണിയായിരുന്നുവെന്ന വിവരം തോമസിന് അറിയില്ലായിരുന്നുവെന്നും ഡോണ ഡോക്ടറോട് പറഞ്ഞു. പ്രസവശേഷം മാത്രമാണ് ഇക്കാര്യം തോമസിനെ അറിയിച്ചത്. ഡോണ ഗർഭിണിയായിരുന്നുവെന്ന് അറിഞ്ഞില്ലെന്ന മൊഴിയാണ് തോമസും നൽകിയത്. ഡോണയെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത ശേഷം പ്രതികളെ എല്ലാവരെയും ഒരുമിച്ച് കസ്റ്റഡിയിൽ വാങ്ങാനും പോലീസ് നീക്കം ആരംഭിച്ചിട്ടുണ്ട്. എസ് ശ്യാംകുമാർ, 24, ആലപ്പുഴ. കരളുറപ്പോടെ വയനാട്. വയനാട് ഉരുൾപൊട്ടൽ ദുരിതബാധിതർക്ക് വാടക വീടിന്റെ തുക നിശ്ചയിച്ച് സർക്കാർ ഉത്തരവ്. ഒരു കുടുംബത്തിന് വാടക ഇനത്തിൽ പ്രതിമാസം 6000 രൂപ നൽകും. ഇന്ന് നടത്തിയ തിരച്ചിലിൽ 6 ശരീരഭാഗങ്ങൾ കൂടി കണ്ടെത്തി. ക്യാമ്പുകളിലുള്ളവർ സ്വമേധയാ കണ്ടെത്തുന്ന വാടക വീടുകളിലേക്ക് മാറുമ്പോൾ എത്ര തുക സർക്കാർ നൽകും എന്നതിന് ഉത്തരമായി. പ്രതിമാസം 6000 രൂപ. ബന്ധുവീടുകളിലേക്ക് മാറുന്ന കുടുംബത്തിനും ഈ തുക നൽകും. സൗജന്യ വാടക വീടുകളിലേക്ക് പോകുന്നവർക്ക് ലഭിക്കില്ല. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നാണ് തുക അനുവദിക്കുന്നത്. നേരിട്ട് കൊടുക്കാൻ ഇപ്പോൾ ഉള്ള സാഹചര്യത്തിൽ സാധ്യമല്ല. അതിൻ്റെ ഒരു ആക്യുറസിക്ക് വേണ്ടിയാണ്. എന്ന് മാത്രമല്ല, ഇതൊക്കെ പലതരത്തിലുള്ള അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നതിന് തുല്യമാകും. വൗച്ചറിൽ ഒരാൾ പേരെഴുതി ഒപ്പിടുമ്പോൾ എന്ത് കൃത്യതയാണ് ഇതിനുണ്ടാവുക? ഏതെങ്കിലും വിധത്തിൽ ഒരു കറപ്ഷൻ ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ടാണ് ഇത്ര കൃത്യമായി നോക്കുന്നത്. അതേസമയം കേന്ദ്രത്തിന്റെ സഹായം ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. പുനരധിവാസവുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രിക്ക് നൽകാൻ സംസ്ഥാന സർക്കാർ നിവേദനം തയ്യാറാക്കി വെച്ചെന്നാണ് താൻ കരുതിയതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതികരിച്ചു. പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുള്ള നിർദ്ദേശങ്ങൾ ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് അദ്ദേഹത്തിന് സമർപ്പിച്ചു. വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ 100 വീടുകൾ വാഗ്ദാനം ചെയ്തിരുന്നു. പൊതുവായി സർക്കാർ സ്ഥലം കണ്ടെത്തി. ആ സ്ഥലം കണ്ടെത്തിയാൽ ഉടൻ തന്നെ പ്രതിപക്ഷ നേതാവുമായും ഉപനേതാവുമായും ഗവൺമെന്റ് ചർച്ച നടത്താം എന്ന് സമ്മതിച്ചിട്ടുണ്ട്. ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കാണാതായവർക്കുള്ള തിരച്ചിലിൽ ഇന്ന് 6 ശരീരഭാഗങ്ങൾ കൂടി കണ്ടെത്തി. ചാലിയാറിൽ നിന്ന് 5ഉം വെള്ളർമല ഭാഗത്ത് നിന്ന് 1 ശരീരഭാഗവുമാണ് കണ്ടെത്തിയത്. 6 മേഖലകൾ കേന്ദ്രീകരിച്ചായിരുന്നു തിരച്ചിൽ. നാളെയും തുടരും. ദുരന്ത കാരണം പഠിക്കാനും റിപ്പോർട്ട് തയ്യാറാക്കാനുമായി എത്തിയ ദേശീയ ഭൗമശാസ്ത്ര കേന്ദ്രത്തിലെ 6 അംഗ വിദഗ്ധ സംഘം ചൂരൽമലയും മുണ്ടക്കൈയും സന്ദർശിച്ചു. 10 ദിവസത്തിനകം സർക്കാരിൽ റിപ്പോർട്ട് സമർപ്പിക്കും. 24 വയനാട്. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ ചൂരൽമല, മുണ്ടക്കൈ, പുഞ്ചിരിമട്ടം മേഖലകളിൽ കനത്ത മഴ. 3 മണിക്കൂറോളം നിർത്താതെ പെയ്ത മഴയിൽ ഇരുവഴിഞ്ഞിപ്പുഴയുടെ നീരൊഴുക്ക് കൂടി. ചൂരൽമലയിൽ രക്ഷാപ്രവർത്തനത്തിന് ഉപയോഗിച്ച താൽക്കാലിക പാലം ഒഴുക്കിൽ തകർന്നു. ഉച്ചയ്ക്ക് ശേഷം കനത്ത മഴയാണ് പുഞ്ചിരിമട്ടം, മുണ്ടക്കൈ, ചൂരൽമല മേഖലകളിൽ പെയ്തത്. മഴ വെല്ലുവിളിയായതോടെ തിരച്ചിൽ 2 മണിയോടെ അവസാനിപ്പിച്ചു. 3 മണിക്കൂറോളം നിർത്താതെ പെയ്ത മഴയിൽ ഇരുവഴിഞ്ഞിപ്പുഴ നിറഞ്ഞൊഴുകി. ബെയിലി പാലം നിർമ്മിക്കും മുൻപ് മുണ്ടക്കൈയെ ബന്ധിപ്പിക്കാൻ ഫയർഫോഴ്സ് നിർമ്മിച്ച താൽക്കാലിക പാലം ഒഴുക്കിൽ തകർന്നു.
ഇതിനിടയിൽ പുഴ നീന്തിക്കടക്കാൻ ശ്രമിച്ച പശു ഒഴുക്കിൽ കുടുങ്ങി. തകർന്ന താൽക്കാലിക പാലത്തിന്റെ ഇരുമ്പവശിഷ്ടങ്ങൾക്കിടയിൽ കാൽ കുടുങ്ങുകയായിരുന്നു. 1 മണിക്കൂറോളം നീണ്ട ശ്രമത്തിനൊടുവിലാണ് പശുവിനെ കരക്കെത്തിച്ചത്. കാലിന് പരിക്കേറ്റ പശുവിന് പ്രാഥമിക ചികിത്സയും നൽകി. 24 വയനാട്. വയനാട്ടിലെ ദുരന്ത ഭൂമിയിൽ നിന്ന് ഇനി മനസ്സു നിറയ്ക്കുന്ന ഒരു പ്രണയകഥ പറയാം. ഉരുൾപൊട്ടലിൽ കാമുകി മരിച്ചെന്ന് കരുതി അവസാനമായി ഒരു നോക്ക് കാണാൻ മൃതദേഹങ്ങൾ കുളിപ്പിക്കുന്ന സ്ഥലത്ത് 8 ദിവസം സഹായിയായി നിന്നു നെല്ലിമുണ്ട സ്വദേശി അൻസിൽ. ഒടുവിൽ 8ാം നാൾ അവൾ ജീവിച്ചിരിക്കുന്നുണ്ടെന്നറിയുക. ഇത് അൻസിലിൻ്റെയും ഫിദയുടെയും മരിക്കാത്ത പ്രണയവും ജീവിതവുമാണ്. നൂറുകണക്കിന് മനുഷ്യരെ ഇല്ലാതാക്കിയ ദുരന്തം എത്തുന്നതിന് മുൻപ് ആ രാത്രി ചൂരൽമലയിലെ ഫിദയെ അൻസിൽ വിളിച്ചിരുന്നു. സൂക്ഷിക്കണമെന്ന് പറയുകയും ചെയ്തു. പിന്നീട് വിളിച്ചപ്പോൾ അവൾ ഫോൺ എടുത്തില്ല. രാവിലെയാണ് മുണ്ടക്കയെയും ചൂരൽമലയെയും ഉരുൾ തൂത്തെറിഞ്ഞുവെന്ന് അവൻ അറിഞ്ഞത്. പിന്നീട് മരവിപ്പോടെ ചെയ്തതും അനുഭവിച്ചതുമെല്ലാം മേപ്പാടിയിലെ ഹെൽത്ത് സെന്ററിലിരുന്ന് പതിയെ അൻസിൽ പറഞ്ഞു തുടങ്ങി. ഓക്ക് വേണ്ടിയിട്ടാണ് ഞാൻ 8 ദിവസം ഇവിടെ സേവനം ചെയ്തത്. പിന്നെ ഞാൻ ആലോചിച്ചു എന്തായാലും ഇപ്പോൾ ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് നിന്നതാണ്. ഇവിടുന്ന് വരുന്ന നിലമ്പൂരിൽ നിന്ന് വരുന്ന ബോഡി ആയാലും കമ്മിറ്റി ആൾക്കും MSAയിലോട്ടും ഞാൻ പോയി നോക്കും അവിടെ ബോഡി ഓളതെങ്ങാനും ഉണ്ടോ. കാരണം അവളെ കൈ ഞാൻ പറഞ്ഞു കൈ കണ്ടാലും കാല് കണ്ടാലും എനിക്ക് തിരിച്ചറിയാം. അവളെ കയ്യിൽ എൻ്റെ ഒരു മോതിരമുണ്ട്, എൻ്റെ പേര് എഴുതിയിട്ടുള്ളൊരു മോതിരട്ടതാണ്. അപ്പോൾ ഞാൻ കൈയായാലും കാലായാലും അവിടെ പോയി കറക്റ്റ് നോക്കും. പിന്നെ ഞാൻ അങ്ങോട്ട് തന്നെ വരും. പിന്നെ ഇവിടുന്ന് ബോഡി പോകുമ്പോൾ മറവ് ചെയ്യാനൊക്കെ പോകുമ്പോൾ ഞാൻ നോക്കും. പെട്ടെന്ന് ഇവളൊരു 8 ദിവസം കഴിഞ്ഞപ്പോൾ ഇവൾ വിളിച്ചപ്പോൾ അതുവരെ ഞാൻ പറഞ്ഞ പോലെ ടെൻഷൻ അടിച്ച് തീരുന്നു, ഒന്നും തിന്നാണ്ട് ഭക്ഷണമൊന്നും ഞാൻ കഴിക്കലില്ലായിരുന്നു. ഇവളതിൻ്റെ ശേഷം വിളിച്ചതിൻ്റെ ശേഷം എനിക്ക് ഭയങ്കര ഒരു സന്തോഷം വന്ന്. ദുരന്തത്തിൽ ഫിദയ്ക്ക് ഉപ്പയെയും ബന്ധുക്കളെയും നഷ്ടപ്പെട്ടു. ഇപ്പോൾ വാടക വീട്ടിലാണ്. ഫിദൻ്റെ അച്ഛൻ മരിച്ച് ഞാൻ ഇവിടുന്ന് ബോഡി കണ്ടിരുന്നു. പിന്നെ അവളെ അമ്മ സേഫാണ്, അതായത് അവളെ അമ്മ സേഫാണ്, പിന്നെ അവളെ അനിയനും സേഫാണ്, ഓളും സേഫാണ്. കല്യാണം നമ്മൾ ഉറപ്പിച്ചിട്ടില്ല, ഉറപ്പിക്കണം. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം അവളെ വേഗം കൊണ്ടുവരാൻ. കാരണം എന്താ വെച്ചാൽ അവളെ അച്ഛനും ഇതൊക്കെ മരിച്ചാലേ അവൾ പഠിത്തം കഴിയട്ടെ എന്ന് വെച്ച് വിചാരിച്ച് നിൽക്കുകയാണ്. പഠിത്തം കഴിഞ്ഞാൽ പിന്നെ ഞാൻ അവളെ കൊണ്ടുവരും. ഈ മഹാദുരന്തത്തിനിടയിൽ അപൂർവമായി സംഭവിച്ച ഒരു നിറകൺ ചിരിയാണിത്. പല നീറ്റലുകളിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിലും ഈ നിമിഷത്തിൽ അൻസിലിനും ഫിദയ്ക്കും ആശംസകൾ നേരാം. മുനീഫ് തിരൂരിനൊപ്പം വിപിൻ സി വിജയൻ, 24 വയനാട്. ഉരുൾപൊട്ടലിന്റെ ആഘാതം വിട്ടുമാറാതെ കോഴിക്കോട് വിലങ്ങാട്ടെ ദുരിതബാധിതർ. വിദഗ്ധ സമിതിയുടെ പരിശോധനാ റിപ്പോർട്ട് കൂടി കണക്കിലെടുത്താകണം പുനരധിവാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അന്തിമ തീരുമാനം. ഇത് മഞ്ഞച്ചിളി സ്വദേശി സോണി. ഒരായുസിന്റെ സമ്പാദ്യമായ വീടൊന്നാകെ ഉരുളെടുത്തു. വീട് നിന്ന ഭാഗം കണ്ടു നിൽക്കാൻ പോലും കഴിയുന്നില്ല. ഒന്നും പറയാൻ പറ്റുന്നില്ല. അതേ അവസ്ഥ തന്നെ. ആകെ എല്ലാം പോയില്ലേ. ഇനിയിപ്പോൾ ഒന്നേം തുടങ്ങണമല്ലോ. നമ്മൾ 10 വർഷത്തെ സ്വന്തമായിട്ട് ഞാൻ അധ്വാനിച്ച് ഉണ്ടാക്കിയ വീട് 10 വർഷമായി. അതുകൊണ്ട് എന്തെന്നുള്ളൊരു ചോദ്യം മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. അതിന് മുമ്പിലാണ് ഒരു 10 ലക്ഷം രൂപയോളം ബാങ്ക് ബാധ്യത നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. നമ്മൾ നമ്മുടെ ഉപജീവന മാർഗത്തിന് വേണ്ടിയിട്ട് എടുത്ത ലോൺ ഇങ്ങനെ നിൽക്കുകയാണ്. എനിക്ക് പിന്നിൽ കാണുന്ന ആ മലമുകളിൽ നിന്നാണ് ഉരുൾപൊട്ടി താഴേക്കെത്തിയത്. 14 വീടുകളാണ് നാമാവശേഷമായി ഒലിച്ചുപോയത്. സ്ഥലം താമസയോഗ്യമാണോ എന്നാണ് വിദഗ്ധ സംഘം പരിശോധിക്കുന്നത്. ഈ മാസം 20-നകം ഈ റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് സമർപ്പിക്കും. അതിനിടെ ബദൽ സംവിധാനമൊരുക്കാതെ ദുരിതാശ്വാസ ക്യാമ്പുകൾ പിരിച്ചുവിട്ടെന്ന് ചിലർ ആരോപണമുന്നയിച്ചു. ഇവിടെ താമസിക്കാൻ പറ്റില്ല എന്നല്ലാണ് എന്താക്കുന്നത് ആ ഉദ്യോഗസ്ഥന്മാരെല്ലാം വന്നിട്ട് പറഞ്ഞിട്ട് പോയിട്ടുള്ളത്. ആ സ്ഥിതിക്ക് നമുക്ക് വലിയ സംവിധാനം കാണിച്ചു തരണ്ടേ. നമ്മളിപ്പോൾ വെച്ചാൽ നമ്മള് വെള്ളിയോട് ഹയർ സെക്കൻഡറി സ്കൂളിൽ അവിടെയായിരുന്നു നമ്മളിപ്പോൾ ഇത്രയും ദിവസം ക്യാമ്പായത്. ഞായറാഴ്ച ആയിരുന്നു ക്യാമ്പ് പിരിച്ചു വിട്ട്. പിറ്റേ ദിവസം ഒരു ദിവസം കൂടി നിന്നോന്ന് പറഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്തില്ല, നമുക്ക് വലിയ സംവിധാനം കാണിച്ചു തന്നിട്ടില്ല. എന്നാൽ ആരോപണം അടിസ്ഥാനരഹിതമെന്നായിരുന്നു ഇതിനുള്ള അധികൃതരുടെ മറുപടി. കൂടുതൽ പരാതിയായി മുന്നോട്ട് വന്ന സാബു നന്ദിക്കാട് എന്ന് പറയുന്ന ആൾക്ക് 2 ദിവസം മുമ്പ് നമ്മൾ വീട് അലോട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ആ വീട് ക്ലീൻ ചെയ്ത് പോകാം എന്നുള്ള ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ് ആ ക്യാമ്പിൽ നിൽക്കുന്നത്. പിന്നെ
വേറെ ഒരു പരാതി പറഞ്ഞ ആൾ പപ്പനാണ്. അയാൾ KSRTC ബസ് കണ്ടക്ടറാണ്. അദ്ദേഹത്തിന് നമ്മൾ 12 ദിവസത്തെ ഡ്യൂട്ടി സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അവരൊക്കെയാണ് പരാതി പറഞ്ഞിരിക്കുന്നത്. ഏത് അടിസ്ഥാനത്തിലാണ് പരാതി പറഞ്ഞതെന്ന് ഞങ്ങൾക്ക് അറിയില്ല. 112 വീടുകളാണ് വിലങ്ങാട് ഉരുൾപൊട്ടലിൽ വാസയോഗ്യമല്ലാതായത്. പ്രജ്വൽ സുരേഷിനൊപ്പം വിലങ്ങാട് നിന്ന് മിഥില ബാലൻ, 24. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ആലപ്പുഴയും കാസർഗോഡും ഒഴികെ മുഴുവൻ ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പത്തനംതിട്ടയിലും ഇടുക്കിയിലും ഓറഞ്ച് അലേർട്ടാണ്. മലപ്പുറം എടവണ്ണയിൽ ഉണ്ടായ മിന്നൽ ചുഴലിയിൽ 25ഓളം വീടുകൾക്ക് കേടുപാടുണ്ടായി. തെക്കൻ ശ്രീലങ്കയ്ക്ക് മുകളിലായി പുതിയ ചക്രവാത ചുഴി രൂപപ്പെട്ടിട്ടുണ്ട്. റായലസീമ മുതൽ കോമറിൻ മേഖല വരെ ന്യൂനമർദ്ദ പാത്തിയും സ്ഥിതി ചെയ്യുന്നു. ഇതിന്റെ ഫലമായി സംസ്ഥാനത്ത് മഴ കനക്കാനാണ് സാധ്യത. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ വ്യാഴാഴ്ച വരെ അതിശക്തമായ മഴയ്ക്കും ശനിയാഴ്ച വരെ ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട്. മഴ ശക്തമാകാൻ സാധ്യതയുള്ളതിനാൽ ആലപ്പുഴയും കാസർഗോഡും ഒഴികെയുള്ള മുഴുവൻ ജില്ലകളിലും ഇന്ന് മഴ മുന്നറിയിപ്പുണ്ട്. പത്തനംതിട്ടയിലും ഇടുക്കിയിലും മഴ അതിശക്തമായേക്കും. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. എറണാകുളത്തും തൃശൂരും നാളെ ഓറഞ്ച് അലർട്ടാണ്. അതിനിടെ മലപ്പുറം എടവണ്ണയിലുണ്ടായ മിന്നൽ ചുഴലിയിൽ 25ഓളം വീടുകൾ ഭാഗികമായി തകർന്നു. നിരവധി വീടുകൾക്ക് മുകളിലേക്ക് മരം വീണു. വൈദ്യുതി പോസ്റ്റുകളും തകർന്നു. അപകട മേഖലകളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുണ്ട്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ 55 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. മൂന്നാർ കുണ്ടള ഡാമിന്റെ ഷട്ടറുകൾ നാളെ രാവിലെ 11 മണിക്ക് തുറക്കുന്നതിനാൽ ഇരു കരകളിലുമുള്ളവർ ജാഗ്രത പാലിക്കാൻ ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. 24 തിരുവനന്തപുരം. കൊല്ലം ചടയമംഗലത്ത് ദളിത് ദമ്പതികളെ മർദ്ദിച്ച സംഭവത്തിൽ കാട്ടാക്കട SI മനോജ് ഉൾപ്പെടെ 5 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് ചടയമംഗലം പോലീസ് കേസെടുത്തത്. പോലീസ് അതിക്രമത്തെക്കുറിച്ചുള്ള വാർത്ത 24 ആണ് ആദ്യം പുറത്തു കൊണ്ടുവന്നത്. കഴിഞ്ഞ ജൂലൈ 20-നാണ് ഗുണ്ടകളെ കൂട്ടി പ്രതിയെ അന്വേഷിച്ചെത്തിയ SI മനോജ് ചടയമംഗലം സ്വദേശിയായ സുരേഷിനെയും ഭാര്യയെയും ആളുമാറി വീട്ടിൽ കയറി മർദ്ദിച്ചത്. വധക്കേസിൽ പ്രതിയെന്ന് കരുതി ദളിത് യുവാവായ സുരേഷിനെ പിടികൂടാനായിരുന്നു ഇവരുടെ ശ്രമം. ആള് മാറിയതാണെന്നും താൻ തെറ്റ് ചെയ്തിട്ടില്ലെന്നും സുരേഷ് ആവർത്തിച്ചു പറഞ്ഞിട്ടും SI മനോജ് ഇയാളെ വെറുതെ വിട്ടില്ല. കസ്റ്റഡിയിലെടുത്ത സുരേഷിനെ പിന്നീട് ആളുമാറിയെന്ന് തിരിച്ചറിഞ്ഞതോടെ വീടിനടുത്തുള്ള വഴിയിൽ ഉപേക്ഷിച്ചു. മർദ്ദിച്ചവശനാക്കിയ ശേഷമാണ് SI മനോജ് സുരേഷിനെ കസ്റ്റഡിയിലെടുത്തത്. ഭാര്യ കൊല്ലം റൂറൽ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകി. കൊട്ടാരക്കര DYSP അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചതിന് പിന്നാലെയാണ് SI അടക്കം 5 പേർക്കെതിരെ പോലീസ് കേസെടുത്തത്. ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് കേസ്. ഒരു പോലീസുകാരനും 3 ഗുണ്ടകളുമാണ് SI മനോജിനൊപ്പം ഉണ്ടായിരുന്നത്. ചടയമംഗലത്ത് ജോലി ചെയ്യുന്നതിനിടെ മേഖലയിലെ ഗുണ്ടകളുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന SI പ്രതികളെ പിടികൂടാനും ഗുണ്ടകളുടെ സഹായം തേടുകയായിരുന്നു. 24 കൊട്ടാരക്കര. തൃശൂർ പൂരം വെടിക്കെട്ട് നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്താൻ സ്വരാജ് റൗണ്ടിൽ പ്രത്യേക പരിശോധന. വെടിക്കെട്ട് കാണാൻ എത്തുന്നവർക്ക് ഫയർ ലൈനിൽ നിന്ന് 60 മീറ്റർ അകലെ നിന്ന് വെടിക്കെട്ട് കാണാനാകുമോ എന്നാണ് പരിശോധിക്കുന്നത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നാളെ പ്രത്യേക യോഗം വിളിച്ചതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു പരിശോധന നടന്നത്. തൃശൂർ പൂരം വെടിക്കെട്ടിൽ കാണികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയതും പോലീസ് നടപടിയും പൂരം നടത്തിപ്പിനു തന്നെ കളങ്കമുണ്ടാക്കിയ പശ്ചാത്തലത്തിലാണ് പ്രശ്നപരിഹാരത്തിന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തന്നെ ഇടപെട്ട നീക്കം തുടങ്ങിയത്. നാളെ തൃശൂർ ജില്ലാ കളക്ടറേറ്റിൽ ഉന്നതതല യോഗം വിളിച്ച പൂരം വെടിക്കെട്ട് നടത്തിപ്പ് സുഗമമാക്കാനാണ് നീക്കം. നിലവിൽ സ്വരാജ് റൗണ്ടിൽ ഫയർലൈൻ 100 മീറ്റർ അകലെ നിന്നു മാത്രമാണ് വെടിക്കെട്ട് കാണാനാവുക. ഇത് 60 മീറ്ററായി കുറയ്ക്കാനുള്ള സാധ്യതയാണ് ഉന്നതതല സംഘം ഇന്ന് പരിശോധിച്ചത്. തൃശൂർ ജില്ലാ കളക്ടർ, പെസോ, സിറ്റി പോലീസ് കമ്മീഷണർ എന്നിവർ സംയുക്തമായി സ്വരാജ് റൗണ്ടിൽ പരിശോധന നടത്തി. ഇത് അടിസ്ഥാനമാക്കി നാളെ നടക്കുന്ന യോഗത്തിൽ ദൂരപരിധി കുറയ്ക്കുന്നതിനുള്ള നിർദ്ദേശം ചർച്ച ചെയ്യും. 24 തൃശൂർ. മികച്ച സേവനത്തിനുള്ള മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡലുകൾ പ്രഖ്യാപിച്ചു. 267 ഉദ്യോഗസ്ഥർക്കാണ് മെഡൽ ലഭിച്ചത്. പട്ടികയിൽ 2 IPS ഉദ്യോഗസ്ഥർ ഇടം നേടി. ADGP MR അജിത് കുമാറിനും സൈബർ ഓപ്പറേഷൻസ് SP ഹരിശങ്കറിനുമാണ് മെഡൽ ലഭിച്ചത്. റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു. ഇനി കാണാം കൂരായണം. നമസ്കാരം.